നമ്മൾ കണ്ടു. പക്ഷെ അതിലുപരി ജിസ് ജോയിനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കാര്യം പറയുമ്പോൾ ഒന്നും കൂടി ഇഷ്ടം തോന്നും. കാരണം എല്ലാരും ഞെട്ടിപ്പോവായിരിക്കും ഒരു പക്ഷേ. എന്താണ് അത് ഇത്രയും നേരമായിട്ട് പറയാത്തത്? നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കുറച്ചിങ്ങനെ നടുക്ക് കൊണ്ടുവരാൻ പറ്റും, പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുമല്ലേ. അല്ലു അർജുനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഫാൻസ് ഭയങ്കര ഉള്ളൊരു സ്റ്റാറാണ് അദ്ദേഹം. മലയാളത്തിൽ ഇത്രയും തിളങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയം. അത് മലയാളത്തിലോട്ട് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നു. അത് ആരിലൂടെ സംസാരിക്കുന്നു? ആര് സംസാരിക്കുന്നു? ഞാനല്ല, ജിസ് ജോയി ആയിരുന്നു അല്ലു അർജുന് ശബ്ദം കൊടുക്കുന്നത്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും എന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നതായിരുന്നു. ബൈക്കിൽ കൂടെ അല്ലു അർജുൻ ആക്ഷൻ പറയണമെന്ന് തോന്നുന്നു. ശരി, ഇനി അതിനുള്ള സമയമായി. അല്ലു അർജുന്റെ ഏറ്റവും കൂടുതൽ എല്ലാരും ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമ ഏതായിരുന്നു ചെയ്തേക്കുന്നതിൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് ആര്യയാണ്. ഫസ്റ്റ് പടം ആര്യ. ഹാപ്പി ഇഷ്ടമാണ്. ഹാപ്പി എനിക്കറിയാം. പിന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ് അടുത്ത് ചെയ്ത് അമലപ്പോൾ. ശരി, ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ഡയലോഗ്, അത് കുറച്ച് ലെങ്തി ഒരു ഡയലോഗ്, സൗണ്ട് വളരെ എന്നാലും എല്ലാരും ഒന്ന് കണ്ണടച്ചിരുന്നു കേട്ടോ. അല്ലു അർജുൻ നിങ്ങളുടെ മുന്നിൽ വന്ന് എങ്ങനെ സംസാരിക്കുന്നു ഒന്ന് കണ്ണടച്ചിരുന്ന് കേട്ടോ മതി. ഈ തെലുങ്ക് പടത്തിന്റെ നമുക്ക് ആർക്കും മനസ്സിലാവാത്ത ഒരു ലോജിക് ഉണ്ട്. അത് പ്രത്യേക ലോജിക്കാണ്. ഒരു പെൺകുട്ടി മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ, സപ്പോസ് റിമിയുടെ പേര് നമുക്ക് തൽക്കാലത്തേക്ക് മധുമതി എന്നാക്കാം. അത് മതി, വസുമതി, അത് മതി. അപ്പൊ ഞാൻ അല്ലു മധുമതിയോട് ഇഷ്ടമാണെന്ന് പറയും. എന്റെ സ്വന്തം ചേച്ചിയുടെ പേര് വസുമതി എന്നാ. നമുക്ക് മധുമതി എന്നാക്കാം. ഒരു മിനിറ്റ്. അപ്പൊ വസുമതി ഡയലോഗ് ഓഫ് ദ ഡേ. അപ്പൊ മധുമതിയോട് ഇഷ്ടമാണെന്ന് പറയും. മധുമതി ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞു. ഓക്കെ, എത്ര പേരോട് പറഞ്ഞിരിക്കുന്നു? ആണ് മതി മതി. നോക്കാം. എന്റെ അനിയത്തിന് പേര് മതി. റെഡി? മധുമതി ഐ ഹേറ്റ് യു. കാര്യം പറയണ്ടേ? ഞാൻ പറയുന്നില്ല. കാര്യം പറയണ്ടേ? വെറുതെ പേര് വിളിക്കുമ്പോ ഹൈറ്റ്. റെഡി? പറയട്ടെ. മധുമതി ഐ ലവ് യു. ഐ ഹേറ്റ് യു. എന്ത്? മധുമതി എന്നെ ഹേറ്റ് ചെയ്യുന്നു? തേനുള്ള പൂവിലെ തേനീച്ചകളുണ്ടാവും. തേനും പൂവും തേനീച്ചയും ഒക്കെ ഒരേ പൂവിന്റെ ഇതളുകളാണ്. സോ മധുമതിയുടെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്നല്ലേ അതിനർത്ഥം? ഒരാളുടെ ഉള്ളിൽ ഇഷ്ടമില്ലാതെ എങ്ങനെ ഹേറ്റ് ചെയ്യാൻ പറ്റും? മധുമതിനെ ഹേറ്റ് ചെയ്യുന്നു. It means മധുമതി loves me.